കേട്ടറ്റ് വിവാദത്തിനിടെ പരീക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച സർക്കാർ നിലവിലുള്ള ഫീസിൽ നിന്നും തുക ഇരട്ടിയാക്കി ഉയർത്തി. ജനറൽ വിഭാഗത്തിന് 500 രൂപയും സംവരണ വിഭാഗത്തിന് 250 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ ജനറൽ വിഭാഗത്തിന്റെ ഫീസ് 1000 രൂപയും സംവരണ വിഭാഗത്തിന് 750 രൂപയുമായി. ഫീസ് വർധനയ്ക്കെതിരെ അധ്യാപക സംഘടനകൾ പ്രതിഷേധവുമായി എത്തി. ഗോപാൽ ശീലാസനലുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോപാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ കുത്തനെ ഒരു കയറ്റം ഈ ഫീസിൽ? ഈ ഘട്ടത്തിൽ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ മെയ് മാസത്തിൽ നിലവിൽ സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടി പ്രത്യേക കേട്ടറ്റ് പരീക്ഷ നടത്തുന്നുണ്ട്. കാരണം സുപ്രീം കോടതി ഉത്തരവുണ്ടായിരുന്നു, കേട്ടറ്റ് ഇല്ലാത്ത അധ്യാപകരുടെ നിയമനം അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും അത് അല്ലാതെ വരെ പുറത്താക്കണമെന്നും അടക്കമുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രത്യേക കേട്ടറ്റ് പരീക്ഷ നടത്തുന്നുണ്ട്. ആ സാഹചര്യം മുതലെടുത്ത് ഇത്തരത്തിൽ സാമ്പത്തിക സർക്കാർ നടത്തുന്നു എന്ന ആരോപണമാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ജനറൽ വിഭാഗത്തിൽ 500 രൂപയായിരുന്ന ഫീസ് ഇരട്ടി കൂട്ടി 1000 ഉയർത്തിയിരിക്കുകയാണ്. സംവരണ വിഭാഗത്തിൽ 250 രൂപ വർദ്ധിപ്പിച്ച് 750ലേക്കും ഫീസ് എത്തിച്ചിരിക്കുന്നു. ഇതോടുകൂടി തന്നെ ഫീസിന്റെ ഏകദേശം ഒരു 100%, അതായത് ഇരട്ടി വർധനവ് തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്രതീക്ഷിതമായി തന്നെയുള്ള ഒരു വർധനവായതിനാൽ തന്നെ അധ്യാപകരും ഇതിൽ അസ്വസ്ഥരാണ്. കാരണം അവർ ഇത്ര വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഘട്ടത്തിൽ കേട്ടറ്റ് എഴുതിയേ മതിയാകൂ എന്ന ഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഫീസ് വർധനവ് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനയായ KPSCയെ മുന്നോട്ട് വെക്കുന്ന ഒരു പരാതി. കാരണം സർക്കാർ ഇത്തരത്തിൽ ധനവിനിയോഗം വലിയ രൂക്ഷമായി മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അധ്യാപകരെ പിഴിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാനുള്ള നീക്കം നടത്തരുത് എന്നും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്കടക്കം സംഘടന പോകും എന്നതുമാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ വലിയ ഒരു വർധനവ് ഈ ഫീസിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ഉത്തരവിറങ്ങി, സർക്കുലർ ഇറങ്ങി, അറിയിപ്പിറങ്ങി എന്നതിനപ്പുറത്തേക്ക് അതിന്റെ കാരണം എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല. ശരി, ഗോപാൽ ശീലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.